സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെറ്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി പൊന്നാനി മേഖലാ കമ്മിറ്റി ഉലമാഇന്റെ ലോകം പണ്ഡിത സംഗമം സംഘടിപ്പിച്ചു. ചന്തപ്പടി സുന്നി മസ്ജിദിൽ നുണക്കടവ് ഷെയ്ഖ് സൈനുദ്ദീൻ റംലിയുടെ ജീവിതം ദർശനം പഠന ക്ലാസിന് കേന്ദ്ര മുഷാവറ അംഗം PSK മൊയ്തു ബാക്കവി നേതൃത്വം നൽകി. KM മുഹമ്മദ് കാസിം കോയ ചടങ്ങിൽ പതാക ഉയർത്തി. സയ്യിദ് സിദ്ദിഖ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ജില്ലാ മുഷാവറ അംഗം M ഹൈദർ മുസ്ലിയാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VV അബ്ദുറസാഖ് ഫൈസി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് SIK തങ്ങൾ, TV ഹംസ സഖാഫി വെളിയങ്കോട്, P ഹസൻ ഹസനി കാലടി, K സിദ്ദിഖ് മൗലവി ഐലക്കാട്, അലി സാദി പൊന്നാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. 100 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചു. അതിന്റെ ജംഇയ്യത്തുൽ ഉലമ മാത്രമല്ല, വലിയത് മുതൽ ചെറിയത് വരെ സുന്നി യുവജന സംഘം, അതേപ്രകാരം വിദ്യാഭ്യാസ ബോർഡ്, SSF, കേരള മുസ്ലിം ജമാഅത്ത്, അങ്ങനെ ഒരുപാട് സംഘടനകൾ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും പ്രവർത്തിക്കാനുള്ള മേഖലകൾ സൃഷ്ടിച്ചു. എല്ലാവർക്കും പ്രവർത്തിക്കാൻ നൽകുകയും ചെയ്തു. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരാണ്, അത് ആഗ്രഹിക്കുന്നവരുമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനമായ നമ്മുടെ അക്കാലത്ത് എന്ന് പറഞ്ഞാൽ 50ഓളം കൊല്ലങ്ങൾ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, ഞങ്ങൾ അങ്ങനെയാണ് പറയലെന്നുകൊണ്ട് പറയുന്നു മാത്രമേ. ഇന്നും ഇന്നലെയും പ്രവർത്തിക്കാൻ തുടങ്ങിയതല്ല. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, മറ്റു നാടുകളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ മിനായിൽ വെച്ച് ഹജ്ജിന് അമീറായി പോയതാണ്. ചെറിയൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിന്റെ മുന്നിൽ ഇറങ്ങി അത് സുൽഹാക്കി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർക്കാണ്. ഇത്രയും ഒരുപാട് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇത്രയും മഹാരഥങ്ങളെ കൊണ്ടുവരലാണ് അവരുടെ മദത് കരസ്ഥമാക്കാണ് നമ്മുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ടവർ പേരിമാട് കുഞ്ഞു മുഹമ്മദ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അക്കാലത്തുള്ള മഖ്ദൂം പേര് മറന്നിട്ടുണ്ട്. ആ മഖ്ദൂമിൻ്റെ ശിഷ്യനായി ഓതിക്കൊണ്ടിരിക്കുകയാണ് പേരിമാട് മൂപ്പര്. കുഞ്ഞു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉസ്താദ് പറഞ്ഞു, ഇങ്ങോട്ട് ഇനി പുത്തമ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒന്നും വേണ്ട. അവിടെ കാര്യമായി എല്ലാ 4 മദ്ഹബിലും അറിയുന്ന എല്ലാ ത്വരീഖത്തിൻ്റെയും ഒരു മശായിഖായി കിടക്കുന്ന സൈനുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത് ഇരുന്ന് ഓതി പഠിച്ചാൽ മതി എന്ന് പെരുമ്പട കുഞ്ഞു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ബഹുമാനപ്പെട്ട മഖ്ദൂപ്പാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്കാലത്തുള്ള മഖ്ദൂമിൻ്റെ പേര് എനിക്ക് മറന്നിട്ടുണ്ട്. ആ മഹാൻ പറഞ്ഞ അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റംലി റഹ്മത്തുള്ളാഹി പ്രധാനപ്പെട്ട ശിഷ്യനാരാണ് പുത്തമ്പള്ളി മൂപ്പരാണ്. ഇത്തരം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒത്തുചേരൽ അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇൽമുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. ഒന്നുകിൽ പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ചിലത് മദ്രസയിലായിരിക്കും, ചിലത് പള്ളി ദർസിൽ മുദരിസായിരിക്കും, ചിലർ അറബിക് കോളേജിൽ വലിയ യോഗ്യതയുള്ള മുദരിസുമാരാകും. ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അസ്ലാഫുകളായ ഉലമാഇനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അവരെ ചരിത്രം ഹ്രസ്വമായിട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നത് വലിയ ഒരു ബർക്കത്തുള്ള, വലിയ കുരുത്തപൊരുത്തമുള്ള ഒരു സംഗതിയാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദിക്റുൽ അംബിയായി ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ ഇമാം സുയൂത്തി തങ്ങൾ തൻ്റെ ജാമിയയിൽ റിപ്പോർട്ട് ചെയ്യുകയും ഹസനാക്കുകയും ചെയ്തിട്ടുള്ളൊരു ഹദീസാണ്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ചുള്ള സ്മരണ അതൊരു ഇബാദത്താണ്. സ്വാലിഹീങ്ങളായ ആളുകളെ സംബന്ധിച്ച് സ്മരിക്കലും പറയലും ഒക്കെ അത് കഫാറത്തുൽ ലിദ്ദുനൂബാണ്. അപ്പോൾ ഒന്ന്, ഈ മഹാത്മാക്കളെ സംബന്ധിച്ച് നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ നമ്മുടെ പാപക്കറകളൊക്കെ പടച്ചു തമ്പുരാൻ അത് മുഖേന ഡിലീറ്റാക്കി തരും, മാറ്റി തരും.
രണ്ടാമതായി അവരുടെ ജീവിത വൈതരണികളിൽ അവർ നേരിട്ടിട്ടുണ്ടായിരുന്ന ദീനി ദർസി ദഅവ രംഗത്തൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു അവര്, ആ അസ്ലാഫുകൾ എങ്ങനെ ജീവിച്ചു, എന്ത് ചെയ്തു, അതനുസരിച്ച് നമ്മളും ജീവിക്കുക എന്നതാണ് എല്ലാ സമയത്തും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുആ തന്നെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ബാക്കി ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അവിടെയാണ് എൻ്റെ വിഷയം. റബ്ബന, ഞങ്ങളുടെ നാഥ രക്ഷിതാവേ, ഹബുലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ സന്താനങ്ങൾ, പരമ്പരകൾ, അവരിൽ നിന്ന് ഞങ്ങൾക്ക് ദുഷ്കരമായ, ഞങ്ങളെ സങ്കടത്തിലാഴ്ത്തുന്ന, ഞങ്ങളെ വേദനിപ്പിക്കുന്ന, നമ്മെ വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. കൺകുളിർക്കയാകുന്ന അവരെ ഉണ്ടാക്കി തരണം, അവരെ ആക്കണം. അവർ ഹിദായത്തിന്റെ വഴിയിൽ ആലിമീങ്ങളായി, ഹഫിളുകളായി, ദായികളായി, മുദരിസുമാരായി, ആലിമീങ്ങളായി, മുഅല്ലിമുകളായി, നല്ലവരായി, ഇതൊന്നും അല്ലെങ്കിൽ നല്ല നിലക്ക് ജീവിക്കുന്ന ഭാര്യമാരും മക്കളും വലിയ ആത്മാഭിമാനമാണ്. എന്നിട്ട് പറയാ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവിടെ മുഫസ്സിറുകൾ എഴുതി വെച്ച് ഞാനൊന്ന് വായിക്കാം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്ന് പറഞ്ഞാൽ ഖാലൽ ഹസനു നഖ്തദീ ബിൽ മുത്തഖീന, നമ്മൾ മുത്തഖീങ്ങളായ ഉലമാഇനെ നമ്മൾ പിൻപറ്റും. വയഖ്തദീ ബിൽ മുത്തഖൂന, മുത്തഖീങ്ങൾ നമ്മെ പിൻപറ്റുകയും ചെയ്യും. അപ്പൊ രണ്ട് കാര്യമായി. ഒന്ന്, നമ്മുടെ ജീവിതം നമ്മുടെ അസ്ലാഫുകളായ സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, ഉലമാക്കൾ, നേതാക്കൾ, മശായിഖന്മാര് എങ്ങനെയാണ് അവർ ജീവിച്ചത് എന്ന് പഠിക്കുമ്പോഴല്ലേ അവരെ പിൻപറ്റാൻ കഴിയുള്ളൂ. ഒന്ന്, അവരെ നമ്മൾ പിൻപറ്റുക. രണ്ടാമതായി, നമ്മുടെ ജീവിതം നമ്മുടെ കാലശേഷമുള്ള മുത്തഖീങ്ങളായ ആളുകൾക്ക് നമ്മളെ വാപ്പ അങ്ങനെയായിരുന്നു, നമ്മളെ വല്യപ്പ ഇങ്ങനെയായിരുന്നു, നമ്മുടെ ഉസ്താദന്മാർ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിൻഗാമികള് നമ്മെ അനുസരിച്ച് പിൻപറ്റി ജീവിക്കുന്ന മാതൃകായോഗ്യമായ ഒരു ജീവിതം നമ്മൾ നയിക്കുക. ഇതാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. രണ്ട് ജാതി ഇമാമുകളുണ്ട്. ഒന്ന് അയിമ്മത്തുൻ ഹുദാ, നല്ല വഴിക്ക് ജനങ്ങളെ സന്മാർഗം നയിച്ചു കൊണ്ടുപോകുന്ന ഇമാമിയങ്ങൾ, നേതാക്കന്മാർ. വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംദിനാ, സൂറത്ത് സജദയിൽ 24-ാമത്തെ ആയത്തായി അല്ലാഹു പറഞ്ഞ അതിനെ പറ്റിയാ. ഇമാമുകൾ ഹാദികളാണ്, നല്ല ഇമാമിയങ്ങളുണ്ട്. അതേ സമയത്ത് മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന ഇമാമിയങ്ങളുണ്ട്. ഇമാം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പള്ളിയിൽ ഇമാമിനെ പറ്റിയല്ല ഞാൻ ഈ പറയണത്. അങ്ങനെ കുട്ടികളാരും മനസ്സിലാക്കി പോകരുത്. ഇമാം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ അവനാണ് അവിടുത്തെ ഇമാമ്. ഒരു നാട്ടിൽ അയാൾ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃരംഗത്തുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഇമാമാണ്. ഒരു മഹല്ലിൽ ഖത്തീബോ ഖാളിയോ ഇമാമോ ഒക്കെ ആണെങ്കിൽ ആ ജനതക്ക് ഇമാമാണ്. അതല്ലെങ്കിൽ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണെങ്കിൽ ആ കുഞ്ഞുമക്കള് കണ്ട് മുഴുവനും പഠിക്കുന്നത് അവരെ പഠിപ്പിക്കുന്ന ഉസ്താദായ ഈ ഇമാമിനെയാണ്. പണ്ട് കോടമ്പുഴ വരുന്നതിന് മുമ്പ് ഞാൻ കക്കോവില് ദർസ് നടത്തിയിരുന്ന 8 കൊല്ലം. അപ്പോ ആ 89 ഷഹീദായി 90-ലാണ് കോടമ്പുഴ വരുന്നത്. അപ്പൊ ഈ അതിനു മുമ്പുള്ള 8 കൊല്ലത്തില് അവിടെ വലിയ ദാറുൽ ഹിക്കം എന്ന് പറഞ്ഞ വലിയ മദ്രസ, അന്ന് തന്നെ 800ഓളം കുട്ടികൾ പഠിക്കണ സംയുക്ത മദ്രസ. അപ്പൊ ഇടക്കിടക്ക് മദ്രസയിലെ അസംബ്ലി വിളിക്കും. ഒരു ദിവസം അസംബ്ലി വിളിച്ചിട്ട് അപ്പൊ നോക്കുമ്പോ ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെ വലത്തോട്ട് തുണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാന്നുള്ളത്, എന്താണ് നീ വലത്തോട്ട് തുണി കൊടുത്തതെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, 5ാം ക്ലാസ്സിലെ ഉസ്താദ് അങ്ങനെയാണല്ലോ കൊടുത്തത് എന്ന് പറഞ്ഞു. മദ്രസയിലെ ഒരു കുട്ടി അങ്ങനെയാണ്. നമ്മൾ പഠിപ്പിക്കുന്ന മദ്രസയിൽ നമ്മൾ പഠിപ്പിക്കുന്ന മക്കള് നമ്മുടെ ഓരോ ഹറക്കത്തും നമ്മുടെ ഓരോ ചലനവും അവരങ്ങനെ ഒപ്പിയെടുക്കും. അങ്ങനെയുള്ളൊരു ഇമാമ്, ഹാദി ഹുദാത്തായ ഇമാമുകളുണ്ട്. എന്നാൽ രണ്ടാമതായി
രണ്ടാമതായി അഇമ്മത്തുൽ ളലാലയുണ്ട്. വജഅൽനാഹും അഇമ്മത്തൻ യദ്ഊന ഇലന്നാർ. സൂറത്ത് ഖസസിൽ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ചില ആളുകളെ നാം നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇമാമുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദുആരക്കുന്നത് മുഴുവനും വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ്. അപ്പൊ അതിന് ഇത്തരം ഒരു പഠനം അനിവാര്യമാണ്. ഈ മേഖല ജമിയത്തുൽ ഉലമ, ഉലമാഇന്റെ ലോകം എന്ന ടൈറ്റിലിൽ ഇങ്ങനെ മറവിട്ടുപോയ മഹാത്മാക്കളായ മൺമറഞ്ഞ മഹാരഥന്മാരെയൊക്കെ ഒന്ന് അനുസ്മരിക്കാനും പുതുതലമുറക്ക് അതൊക്കെ ഒന്ന് കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ അവസരമൊരുക്കിയതിനെ ഞാൻ പ്രശംസിക്കുകയാണ്. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.